نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم على صلاتهم يحافظون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കർമ്മമാണല്ലോ നമസ്കാരം. ആ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള 5 നമസ്കാരക്കാരെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ഹഫളത്ത്, അതിനെ കാത്തു സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ. അവർ അവരുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു നിഷ്ഠതയും ഒരു കണിശതയും ഉള്ളവരായിരിക്കും, അതിനെ സൂക്ഷിക്കുന്നവരായിരിക്കും. നമസ്കാരം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെക്കുറിച്ച് എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, ഏത് രൂപത്തിലാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്, അതുപോലെ തന്നെ നമസ്കരിക്കണം. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓർമ്മപ്പെടുത്തിയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പഠിപ്പിക്കുന്നത് മിമ്പറിൽ വെച്ചുകൊണ്ടാണ്. സഹാബത്തിനെ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ അവസാനത്തിൽ പറയാണ്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ 5 ജീവികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 ജീവികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പോലെ നിങ്ങൾ ആവരുത്, അവരെ പോലുള്ള ഇന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തിൽ ഉണ്ടാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായി കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ആ ഒരു 5 ജീവികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് എന്നതിനെ കുറിച്ച് വളരെ ലളിതമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ജീവി കാക്കയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാക്കയെ പരിചയപ്പെടുത്താം. കാക്ക കൊത്തുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കരുത്. ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഖറത്തിൽ ഗുറാബ്. കാക്കകൾ കൊത്തുന്നത് പോലെ, അതിന്റെ തല ചലിപ്പിക്കുന്നത് പോലെ പെട്ടെന്ന് നിർവഹിച്ചു പോകുന്ന അവസ്ഥ നിങ്ങളുടെ നിസ്കാരത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം, ചില ആളുകളുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓരോ സമയങ്ങളിലും, അത് ഖിയാമിലാണെങ്കിലും റുക്കൂഇലാണെങ്കിലും ഇഅ്തിദാലിലാണെങ്കിലും സുജൂദിലാണെങ്കിലും എല്ലാം അതിൽ പറയപ്പെട്ട പ്രാർത്ഥനകളും ദിക്റുകളും ചൊല്ലുന്നതോടൊപ്പം തുമഇനീനത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ശാന്തത കൈവരിക്കുക, അടങ്ങിപ്പാർക്കുക എന്നുള്ളത്. ഒരാൾ റുക്കൂ ചെയ്യുന്നുണ്ടെങ്കിൽ റുക്കൂയിൽ പെട്ടെന്ന് ആ 3 ദിക്റുകൾ പറഞ്ഞുകൊണ്ട് വേഗം എഴുന്നേൽക്കുക എന്നുള്ളതല്ല. സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ദിക്റുകൾ ചൊല്ലി വേഗം എഴുന്നേൽക്കുക എന്നുള്ളതല്ല. മറിച്ച് അവിടെ ഒരു തുമഇനീനത്ത്, ഒരു അടങ്ങി താമസിക്കുക, ഒന്ന് സാവകാശം കൊള്ളുക എന്ന ഒരു വിഷയമുണ്ട്. എത്രത്തോളം എന്നാൽ തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ റുക്കിനുകളിൽപ്പെട്ടതാണ്. റുക്കിന് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഘടകം. തുമഇനീനത്ത് ഒരാളുടെ നിസ്കാരത്തിൽ ഇല്ലെങ്കിൽ ആ നിസ്കാരം വെറുതെയാണ്. അയാൾ എത്ര കാലം നിസ്കരിച്ചിട്ടും കാര്യമില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ടായ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കാം. നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ട വിഷയം ഹദീസിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു ബി അസ്ഹാബിഹി, തന്റെ സഹാബത്തുമായി കൊണ്ടാണ് നമസ്കരിക്കുന്നത്. സുമ്മ ജലസ ഫീ ത്വായിഫത്തിൻ മിൻഹും, അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് സഹാബത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരുന്നു. ഫദഖല റജുലിൻ, ആ സമയത്ത് ഒരു മനുഷ്യൻ അങ്ങനെ കയറി വന്നു. എന്നിട്ട് അയാൾ നിസ്കരിക്കുകയാണ്. ഫഖാമ യുസല്ലി, എന്നിട്ട് അവൻ നമസ്കരിക്കാൻ തുടങ്ങി. ഫജഅല യർകഉ വയൻഖുറു ഫീ സുജൂദിഹി, അവന്റെ റുകൂയിലും സുജൂദിലും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ നിർവഹിക്കുന്ന ഒരു അവസ്ഥ കണ്ടു. ഉടനെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതറൗന ഹാദാ, ഇത് കണ്ടോ, ഇയാൾ നിസ്കരിക്കണ കണ്ടോ? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ മാത അലാ ഹാദാ, ആരെങ്കിലും ഇങ്ങനെ നിസ്കരിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ മാത അലാ ഗൈരി മില്ലത്തി മുഹമ്മദ്, അവൻ മുഹമ്മദിന്റെ മില്ലത്തിലല്ല, മുഹമ്മദിന്റെ മാർഗത്തിലല്ല അവനുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, യൻഖുറു സ്വലാതഹു കമാ യൻഖുറുൽ ഗുറാബു ദം, ഒരു കാക്ക അതിങ്ങനെ രക്തം കൊത്തുന്നത് പോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊത്തിപ്പോവുകയാണ്. നമ്മളിങ്ങനെ കാക്കയെ പരിശോധിച്ചാൽ മനസ്സിലാവും അതിന് എന്തെങ്കിലും കിട്ടുകയാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകളുണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം. അങ്ങനത്തെ നമസ്കാരം അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. ഇനി അങ്ങനെ ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ? നമ്മൾ എന്തിനാ നിസ്കരിക്കുന്നത്? അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. എത്ര വലിയ തിരക്കുള്ള സമയത്തും വേഗം പോയി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, പെട്ടെന്ന് വരാന്ന് പറയും. എങ്കിൽ അങ്ങനെ നിസ്കരിക്കണ്ട, കാരണം അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് കാര്യമില്ല. അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ലാ തുജ്സിഉ സ്വലാത്തു റജുൽ, ഒരു മനുഷ്യന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ഹത്താ യുഖീമ ദഹ്റഹു ഫി റുകൂഇ വസ്സുജൂദ്, റുകൂയിലും സുജൂദിലും അവന്റെ മുതുക് ശരിയാകുന്നത് വരെ. ഒരാൾ റുകൂയിലേക്ക് പോകുക, പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുക അല്ല, റുകൂയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചു നേരം അവൻ നിൽക്കണം. എന്നിട്ട് അവൻ ദിക്റുകളും ദുആകളും ചൊല്ലണം. എന്താണോ റുകൂയിൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ അത് ചൊല്ലണം. അതിനുശേഷം സാവധാനത്തിലാണ് അയാൾ ഉയരേണ്ടത്. അതുപോലെ തന്നെ സാവധാനത്തിലാണ് സുജൂദിലേക്ക് പോകേണ്ടത്. സുജൂദിൽ കിടക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അതല്ല അവൻ വേഗത്തിൽ ചെയ്യുകയാണെങ്കിലോ അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. എത്രത്തോളം അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 60 വർഷം ഒരാൾ നിസ്കരിച്ചിട്ടും കാര്യമില്ല. 60 കൊല്ലം നിസ്കരിക്കുന്ന ഒരാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നർ റജുല ലയുസല്ലി 60 സന,
ഒരു മനുഷ്യൻ അയാൾ 60 കൊല്ലം നമസ്കരിക്കുന്നു, വമാ തുഖ്ബലു ലഹു സ്വലാ, അവന്റെ നമസ്കാരം ഒന്നും അല്ലാഹു സ്വീകരിക്കൂല, ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ്, അവന്റെ റുകൂഅോ സുജൂദോ ഒന്നും പൂർണ്ണമാകാതെ. ചില സമയത്ത് അവന്റെ റുകൂഅ ശരിയാകും, പക്ഷേ സുജൂദ് ക്ലിയർ ഉണ്ടാവില്ല. ചിലപ്പോൾ സുജൂദ് ക്ലിയർ ആകും, റുകൂഅ ക്ലിയർ ആവില്ല. അവിടെ വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. 60 കൊല്ലം ഒരാൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ കാലങ്ങളും അത്രയും നിസ്കരിച്ചിട്ടും അല്ലാഹു സ്വീകരിക്കൂല. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കണ്ടേ, നിങ്ങൾക്ക് തോന്നിയ പോലെയല്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഇത്ര ഗൗരവത്തിൽ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ചില കള്ളന്മാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ ഭൗതികമായിട്ട് കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മോഷണം നടത്തലാണല്ലോ, ഒരാളുടെ അപഹരിക്കലാണല്ലോ. എന്നാൽ ഏറ്റവും വലിയ അപഹരിക്കൽ, മോഷണം നടത്തൽ, കള്ളത്തരം കാണിക്കൽ എന്തിന്റെ വിഷയത്തിലാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്വഉൻ നാസി സരിഖ അല്ലദീ യസ്രിഖു സലാതഹു, ഏറ്റവും വലിയ കള്ളൻ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ കള്ളത്തരം കാണിക്കല, നമസ്കാരത്തിലെ കള്ളനാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നിസ്കരിക്കാതിരിക്കലാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖുഹാ, അല്ലാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് നിസ്കാരത്തിൽ കള്ളത്തരം കാണിക്കുക, നിസ്കാരത്തിന്റെ വിഷയത്തിൽ എങ്ങനെയാ മോഷണം വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, അതിന്റെ റുക്കൂവും സുജൂദൊന്നും പൂർണ്ണമാക്കാതെ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒന്നാമത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാക്കയെ ഉദാഹരിച്ചത് അതുപോലെ പെട്ടെന്ന് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. തുമഇനീനത്ത് എന്ന് പറയുന്ന അടങ്ങി താമസിക്കുക എന്നുള്ളത് സാവകാശത്തിലാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാകുമ്പോൾ ആ തിരക്കിന്റെ ഇടയിൽ പോയിട്ട് വേഗം നിസ്കരിക്കുക. വുദു എടുക്കുന്നത് കാണാ, പോയി നിസ്കരിച്ച് വരുന്നതും കാണാം, 2 ഫാത്തിഹയെങ്കിലും ചൊല്ലണ്ടേ. ഏത് റക്അത്താണെങ്കിൽ 2 റക്അത്ത് ഉണ്ടല്ലോ, എന്തായാലും സുബഹി ആണെങ്കിൽ 2 റക്അത്ത് ഉണ്ടല്ലോ. അതിന് പോലും സാവകാശമില്ലാതെ പെട്ടെന്ന് നിർവഹിക്കുന്ന ആളുകൾ. ചില ആളുകൾക്ക് ഒറ്റക്ക് വന്ന് നിസ്കരിക്കും, എന്നിട്ട് വളരെ സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ പോവുക. ചെയ്യാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ജീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, നായയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചു. നായയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഉദാഹരണമുണ്ട്. നായയെ പോലെ മുൻകൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഹദീസിൽ കാണുവാൻ സാധിക്കും, യഅ്തദിലു ഫി സുജൂദ്, നിങ്ങൾ നിങ്ങളുടെ സുജൂദിൽ മിതത്വം കാണിക്കണം. വലാ യബ്സുതു അഹദുകും ദിറാഇ, നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ദിറാഇകൾ, നിങ്ങളുടെ മുൻകൈകൾ ഇങ്ങനെ വിടർത്തി വെക്കരുത്. ഇംബിസാത്തിൽ കൽബ്, കൽബുകൾ, നായ ഈ കിടക്കണ കണ്ടിട്ടുണ്ടാവും നമ്മൾ. നായ കിടക്കുമ്പോ അതിന്റെ മുന്നിലുള്ള കൈകൾ, നമ്മൾ പറയുമ്പോ 4 കാലുകൾ എന്നാണ് പറയാ, എങ്കിൽ മുന്നിലുള്ള അത്, ആ കാലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതുപോലെ ചില ആൾക്കാർ സുജൂദിൽ കിടക്കും. സുജൂദിൽ കൈകൾ ഇങ്ങനെ വെക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഈ ഭാഗം നിലത്ത് തട്ടുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കൈകൾ, ഈ കൈകൾ കൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി കൃത്യമായി പഠിപ്പിച്ചു, സുജൂദിന്റെ രൂപം എന്നുള്ളത് 7 അവയവങ്ങളിലാണ്. 7 അവയവങ്ങൾ കൃത്യമായി ചെയ്യണം, എങ്കിലേ അത് സുജൂദാവുള്ളൂ. ഹദീസിൽ കാണുവാൻ സാധിക്കും, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു അൻ അസ്ജുദ അലാ 7 അഅ്ദും, 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലൽ ജബ്ഹ, നെറ്റിയുടെ കാര്യം. നെറ്റി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശാറ ബിയദിഹി അലാ അൻഫി, നെറ്റി കൊണ്ട് സുജൂദ് ചെയ്യണം. നബി ചൂണ്ടിയതാവട്ടെ മൂക്കിന്റെ വിഷയത്തിലാണ്, അഥവാ നെറ്റിയും മൂക്കും കൂടി തട്ടുന്ന രൂപത്തിലായിരിക്കണം. ചില ആളുകൾ നെറ്റി കൊണ്ട് മാത്രം, ഈ ഭാഗം കൊണ്ട് മാത്രം സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകളാകട്ടെ മൂക്ക് മാത്രമേ തട്ടിയിട്ടുണ്ടാവുള്ളൂ, അതും പറ്റൂല. ഇത് രണ്ടും തട്ടണം. നെറ്റി എന്ന് ജബഹത്ത് നബി പറഞ്ഞു, പക്ഷേ ചൂണ്ടിയതാകട്ടെ മൂക്കിന്റെ ഭാഗത്തേക്കാണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നെറ്റിയും മൂക്കും ഒരുമിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. രണ്ടാമത്തതോ വറുകുബതൈൻ, 2 കൈകൾ, 2 കൈകൾ മുൻകൈകൾ വെക്കണം. അതുപോലെ തന്നെ വഅത്റാഫിൽ ഖദമൈൻ, അയാളുടെ 2 മുട്ടിൻ കാലുകളും കുത്തണം, 2 മുട്ടും കാലുണ്ടാവണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അതിൽ വൽ യദൈൻ, 2 കൈകളും വറുകുബതൈൻ, അവന്റെ മുട്ടുകളും, വഅത്റാഫിൽ ഖദമൈൻ, അവന്റെ കാൽപാദങ്ങൾ. ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ അയാളുടെ കാല് വെക്കേണ്ടത് ഇങ്ങനെയാണ്.
കാലുകൾ ഇങ്ങനെ കുത്തിയിട്ടാണ് നിൽക്കേണ്ടത്. അയാളുടെ വിരലിന്റെ പള്ള എന്ന് പറയും, വിരലിന്റെ ഭാഗം, ആ ഭാഗം ഇങ്ങനെ തട്ടി നിൽക്കണം. അങ്ങനെയാണ് അയാൾ സുജൂദ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ എത്ര ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? അതൊക്കെ എങ്ങനെയെങ്കിലും നിസ്കരിച്ചു പോവുക, എന്തായാലും ഞാൻ നിസ്കരിക്കണ്ടല്ലോ. ഇതാണ് പലരുടെയും തെറ്റായ ധാരണ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ചെയ്യേണ്ട ഒരു കർമ്മമല്ല നമസ്കാരം എന്നുകൂടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കണം. നായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹദീസ് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിരോധിക്കുകയുണ്ടായി. ഏതുപോലെ? നായ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ആളുകൾ, നായയുടെ പിൻഭാഗം കുത്തി നിന്ന് ആ കൈകൾ ഇങ്ങനെ കുത്തി നിൽക്കുന്നത് പോലെ നമസ്കാരത്തിൽ ഇങ്ങനെ കുത്തി നിൽക്കുന്ന ആളുകൾ, അങ്ങനെ ഇരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള ജീവി, നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണിയിട്ടുള്ള ജീവിയാണ് ഒട്ടകം എന്നുള്ളത്. ഹദീസുകളിൽ കാണാൻ പറ്റും ഒട്ടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുത്. ആ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇദാ സജദ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, ബഈർ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുത്. ഒരു വ്യാഖ്യാനം അതാണ്. അവിടെ മുട്ടുകുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേർക്ക് നേരെ കൈകൾ കുത്തി സുജൂദ് ചെയ്യലാണോ അതല്ല കാൽമുട്ടുകൾ കുത്തലാണോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഒരു ചർച്ച തന്നെയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ സുജൂദിലേക്ക് പോകുമ്പോൾ കൈ കുത്തിയിട്ടാണ് പോകേണ്ടത്. വേറെ ചില പണ്ഡിതന്മാർ ഇതേ ഹദീസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഹദീസുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു അല്ല, കാലാണ് ആദ്യം, മുട്ടുകളാണ് ആദ്യം കുത്തേണ്ടത്. രണ്ട് വിധത്തിലും പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഞാനതിന്റെ മുഴുവൻ ചർച്ചകളിലേക്കും പോകുന്നില്ല. ഓരോ മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം വ്യത്യസ്തമായ ചില വാചകങ്ങളും പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസിന് പണ്ഡിതന്മാർ കൊടുത്ത മറ്റൊരു വ്യാഖ്യാനം, ഒരാൾ ഒട്ടകം പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത് പോലെ സുജൂദിലേക്ക് പെട്ടെന്ന് പോകുക, തന്റെ ഭാരം മുഴുക്ക ഇറക്കി വെക്കുന്ന രൂപത്തിൽ പാഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്ന നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒട്ടകം അത് തന്റെ കാൽമുട്ടുകളിലേക്ക് തന്റെ എല്ലാ ശക്തിയും വെച്ചുകൊണ്ട് വെക്കുന്നത് പോലെ അങ്ങനെ പെട്ടെന്ന് നിങ്ങളത് ചെയ്യരുത് എന്ന നിലക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു ഹദീസ്. അതുപോലെ തന്നെ മറ്റൊരു വാചകം ഒട്ടകത്തിന്റെ വിഷയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒട്ടകത്തെ പോലെ ഒരു സ്ഥലം സ്ഥിരമാക്കരുത്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ, പള്ളിയുടെ വിഷയത്തിലാണ് പറയുന്നത്. ഹദീസിൽ കാണുവാൻ സാധിക്കും, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിരോധിച്ചു, വഅൻ യൂസിന റജുലൽ മകാൻ ഫിൽ മസ്ജിദ് കമാ യൂസിനിൽ ബഈർ, ഒരു ഒട്ടകം അതിന്റെ സ്ഥലത്തിരിക്കുന്നത് പോലെ, അതിനെവിടെയാണോ സ്ഥലം വെച്ചത് അവിടെ മാത്രം പോകുന്നത് പോലെ പള്ളിയിൽ ഒരു നിശ്ചിത ഭാഗം തീരുമാനിക്കുക, അവിടെ മാത്രം സുജൂദ് ചെയ്യുക. അത് എനിക്കുള്ളതാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ആ ഒരു ഭാഗം അത് എനിക്കുള്ളത്, ഞാൻ തന്നെ അവിടെ പോയിരിക്കണം. വേറൊരാൾ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പൊ പറയും ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കാറുള്ളത്, ഇത് എന്റെ സ്ഥലം. അങ്ങനെ പള്ളിയിൽ തീരുമാനിക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാൻ പാടില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ സ്ഥലങ്ങൾ അയാൾ സുജൂദ് ചെയ്യണം. കാരണം എവിടെയെല്ലാം സുജൂദ് ചെയ്യുന്നുണ്ടോ ആ സുജൂദ് ചെയ്യുന്ന ഭൂമിയുടെ എല്ലാ ഭാഗവും അയാൾക്ക് വേണ്ടി നാളെ പരലോകത്ത് അള്ളാഹുവോട് സംസാരിക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേവലം ഒരു നിസ്സാരമായ കാര്യമല്ല നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം. അതൊരു നിസ്സാരമായൊരു വിഷയമല്ല. എത്രത്തോളം എന്നാൽ നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മരണം മുന്നിൽ കാണുന്ന സമയത്ത് പോലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ കൊടുത്ത ചില ശ്രദ്ധകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞു, പ്രഗൽഭരായ പല സ്വഹാബത്തിന്റെയും വഫാത്ത് കഴിഞ്ഞു, ഖുലഫാഉർ റാഷിദുകളുടെ വഫാത്ത് കഴിഞ്ഞു. പിന്നീട് ഇസ്ലാമിക ലോകത്ത് വലിയ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ വിഷയത്തിൽ നമ്മൾ ഒരുപക്ഷെ ചരിത്രം വായിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗ്ഗത്തിലെ അയൽവാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുള്ള സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളെ നിഷ്ഠൂരമായി കൊല്ലാൻ മുന്നിലേക്ക് ഇറങ്ങിയ ആളായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയെ വളരെ മോശമായ രൂപത്തിൽ സംസാരിച്ച ആളായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഈ ഹജ്ജാജിന്റെ കാലഘട്ടത്തിൽ കഅബക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായി.
എത്രത്തോളം എന്നാൽ കഅബയുടെ ഭാഗങ്ങളിലേക്ക് കല്ലുകൾ എറിയപ്പെട്ടുകൊണ്ടിരുന്നു. കഅബയുടെ ഭാഗത്തേക്ക് കല്ലെറിയ, അത് തകർക്കാൻ വേണ്ടി, അതിൽ നിന്ന് ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടി, അവിടെ നിന്ന് ആളുകളെ പുറത്താക്കാൻ വേണ്ടി. ആ സമയത്ത് കഅബയുടെ സമീപത്ത് നമസ്കരിക്കുകയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ. ചരിത്രത്തിൽ കാണാൻ പറ്റും, അദ്ദേഹം ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഓരോ ഭാഗത്തും ഇങ്ങനെ വലിയ വലിയ കല്ലുകൾ വന്ന് വീഴുന്നുണ്ട്. ചിലതൊക്കെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ തട്ടിയിട്ട് ആ വസ്ത്രം കീറിപ്പോകുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ നിസ്കാരം ഒഴിവാക്കിയില്ല. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത്രത്തോളം അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന അതിയായ ചിന്തയോടുകൂടി, ആ ഒരു ഭയഭക്തിയോടുകൂടിയായിരുന്നു അവരുടെ നമസ്കാരമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരൊക്കെ കയറിയ സ്വർഗത്തിലാണ് നമ്മളും കയറാനുള്ളത്. അവരും നിസ്കരിച്ചു, നമ്മളും നിസ്കരിച്ചു. പക്ഷേ നമ്മുടെ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. നാലാമത്തെ ഒരു ജീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് കുറുക്കനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ പറ്റും, നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാക്കയെ പറഞ്ഞതുപോലെ, ഒട്ടകത്തെ പറഞ്ഞതുപോലെ, നായയെ പറഞ്ഞതുപോലെ കുറുക്കന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും, നഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിരോധിക്കുകയുണ്ടായി. വൽതിഫാത്തിൻ കൽതിഫാത്തി സഅലബ്, സഅലബ് എന്ന് പറഞ്ഞാൽ കുറുക്കന്ന. കുറുക്കൻ ഇങ്ങനെ തന്റെ തല പെട്ടെന്ന് ചരിക്കുന്നത് പോലെ തല ചരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന തരത്തിൽ നിങ്ങൾ നമസ്കാരത്തിൽ ഇരിക്കരുത്. നിസ്കരിക്കുമ്പോ ഒരു മനുഷ്യന്റെ നോട്ടം എങ്ങോട്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, അത് സുജൂദിന്റെ ഭാഗത്തേക്കായിരിക്കണം. ചില ആളുകളുണ്ട് തലതിരിക്കണില്ല, എല്ലാവരും കൃത്യമായി കൊണ്ടുതന്നെ ഉണ്ടാകും. പക്ഷേ നമസ്കാരത്തിൽ പല ഭാഗങ്ങളിലേക്കാണ് നോട്ടം പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെയായി നോട്ടം പോകുന്ന ആളുകളുണ്ട്. മറ്റുള്ള മുന്നിൽ നിൽക്കുന്നവന്റെ വസ്ത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ തല ഉയർത്തിക്കൊണ്ട് എവിടെയാണോ ക്ലോക്ക് ഉള്ളത് ആ ക്ലോക്കിലെ സൂചികൾ എണ്ണുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ അവന്റെ നോട്ടം പോകേണ്ടത് സുജൂദിന്റെ ഭാഗത്തേക്കാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും, മാ ബാലു അഖ്വാമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജനങ്ങളോട് പറയാണ്, മിമ്പറിൽ കയറിയിട്ട് പറയുന്നത്, മാ ബാലു അഖ്വാം, എന്താണ് ജനങ്ങളുടെ അവസ്ഥ? യർഫഊന അബ്സാറഹും, അവർ അവരുടെ കാഴ്ചകൾ അഥവാ അവരുടെ നോട്ടം അവർ ഉയർത്തുന്നു ഇലസ്സമാ, ആകാശത്തേക്ക്, ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ. നിസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുക. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം മേൽക്കൂര ഇല്ലാത്തതാണ് മസ്ജിദ് നബവി. ഇന്നത്തെ സൗകര്യങ്ങളല്ല അന്നുണ്ടായിരുന്നത്. 4 ഓലക്കീറുകൾ മാത്രമാണ് കെട്ടിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുമ്പോ സഹാബത്ത് കൈകൾ കെട്ടിക്കൊണ്ട് അവർ ഫാത്തിഹ ചൊല്ലുമ്പോ, അതുപോലെ തന്നെ സൂറത്തുകൾ ചൊല്ലുമ്പോഴൊക്കെ അവരുടെ കണ്ണിങ്ങനെ മേപ്പോട്ട. അവർ കുറച്ചുകൂടി ഭക്തി കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്, കുറച്ചുകൂടി ഭക്തി കിട്ടട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ ജനങ്ങളുടെ അവസ്ഥ? അവർ നിസ്കരിക്കുമ്പോ അവരുടെ കണ്ണാകട്ടെ ആകാശത്തേക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തദ്ദ ഖൗലുഹു ഫീ ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഠിനമായിക്കൊണ്ട് കുറച്ച് ശക്തമായ ഒരു പ്രഖ്യാപനം നടത്താണ്. ലയൻതഹുന്ന അൻ ദാലിക്, അതവർ വിരോധിക്കപ്പെട്ടതാണ്, അവർ ഒഴിവാക്കട്ടെ. ഔ ലതുഖ്തഫുന്ന അബ്സാറഹും, അല്ലെങ്കിൽ അവരുടെ കാഴ്ച അല്ലാഹു റാഞ്ചിയെടുക്കും. നിസാരമായൊരു കാര്യമല്ല, എങ്ങോട്ടെങ്കിലും നോക്കിയാൽ മതി. അതല്ല, നോക്കുമ്പോ സുജൂദിന്റെ ഭാഗത്തേക്കായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധമായി പോകും. ചിലതൊക്കെ അറിഞ്ഞിട്ടും അതിന് നിസാരവൽക്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരെ അവരിലേക്ക് വരുന്ന. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്തദ്ദ എന്ന് പറഞ്ഞാൽ കഠിനമാക്കി പറഞ്ഞു, ശക്തമായി പറയാ, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അത്ര ഗൗരവപ്പെട്ടൊരു വിഷയം. ചില സഹാബത്തിന്റെ ഒക്കെ ജീവിതത്തിൽ ഈ ഒരു വിഷയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായില്ല. നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും, മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, നമ്മൾ കേട്ടിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പ്രധാനിയാണ് അബൂ തുൽഹ. അദ്ദേഹം ധാരാളമായി നമസ്കരിക്കുന്ന ആളുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നിസ്കരിക്കാം, ധാരാളമായി നിസ്കരിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അവിടെ വെച്ച് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കാം. ഒരുപാട് മരങ്ങളുള്ള ഒരു തോട്ടമായിരുന്നു, ഈത്തപ്പനയോളകളൊക്കെ ഉള്ള. അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പക്ഷി അങ്ങോട്ട് പറന്നു വന്നു.
അതിങ്ങനെ ചിറകിട്ടടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോകാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം നോക്കുകയാണ്, ആ പക്ഷിനെ നോക്കുക, നിസ്കാരത്തിലാണ് നോക്കുന്നത്. ആ പക്ഷി ഇങ്ങനെ പല ഭാഗത്തേക്കും പറന്നുയരാൻ നോക്കുന്നു, പക്ഷേ അതിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതിങ്ങനെ കുറെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിറകിട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവനായിട്ട് പോയി. എത്രത്തോളം എന്നാൽ എത്ര റക്കാത്തായി ഇപ്പൊ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് വരെ അദ്ദേഹത്തിന് മറന്നുപോയി. നിസ്കാരം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം. അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ട ഞാൻ ആ സമയത്ത് പാലിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണല്ലോ സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കുക എന്നുള്ളത്. പക്ഷെ ഞാനിതാ പല ഭാഗങ്ങളിലേക്ക് പോയി. അതിന്റെ കാരണമായത് എന്താ? എന്റെ ഈ തോട്ടമാണ്. ഈ തോട്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിസ്കരിക്കേണ്ടി വന്നത്. അവിടെയാണ് എന്റെ നമസ്കാരത്തിന്റെ പൂർത്തീകരണം എനിക്ക് നിർവഹിക്കാൻ കഴിയാത്തത്. അവിടെയാണ് എനിക്ക് നമസ്കാരത്തിൽ സംശയങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ദുനിയാവ് എന്റെ പരലോകത്തിന് വേണ്ടിയിട്ട്, എന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലൊരു ദുനിയാവ് എനിക്ക് വേണ്ട. നഷ്ടപ്പെടുത്താൻ ഞാൻ റെഡിയല്ല. എന്റെ ഈ തോട്ടം ഞാനിതാ അള്ളാന്റെ മാർഗത്തിൽ നൽകാണ്, ദാനമായിട്ട് നൽകാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കാണും, എത്ര നമസ്കാരക്കാരുണ്ട് അവരുടെ അശ്രദ്ധമായ നമസ്കാരങ്ങളിലൂടെ ജീവിക്കുന്നവർ. ചില ആളുകൾ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടുണ്ടാകും. ഞാൻ ആരെയും പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ആ മൊബൈലിന്റെ സ്ക്രീൻ ഇങ്ങനെ ഇടയ്ക്ക് കോൾ വരുന്നതിനനുസരിച്ചും മെസ്സേജ് വരുന്നതിനനുസരിച്ചുകൊണ്ടും അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്കാണ്. ആരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ആ ഒരു പേര് കാണുമ്പോൾ എന്തിനായിരിക്കും അവർ വിളിച്ചിട്ടുണ്ടാവുക? ഒരു പക്ഷേ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാകും, വൈബ്രേഷനിലായിരിക്കും. ആ മൊബൈൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആരായിരിക്കും? അത് ഇന്നാളായിരിക്കും, ഇന്നാൾ വിളിക്കാതെ പറഞ്ഞതല്ലേ. എന്തെല്ലാം അശ്രദ്ധമാക്കുന്നു. അള്ളാഹുവിനോടുള്ള സംസാരം. നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട് മൊബൈൽ ഓഫ് ചെയ്യണം. നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ നമ്മളൊരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഓഫ് ചെയ്യും. മറ്റുള്ളവരോട് പറയും ഓഫ് ചെയ്യണം കേട്ടോ. അതിന്റെ അടിയിൽ മൂപ്പര് കാണരുത്. അതിന്റെ അടിയിൽ എങ്ങാനും പെട്ടെന്ന് സൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, വൈബ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കൽ ദേഷ്യം വരും. നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. നമ്മളെപ്പോലെ മജ്ജയും മാംസവും വികാരവും വിചാരവും ഉള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയും പേടി. എന്നാൽ അള്ളാന്റെ മുന്നിൽ വരുമ്പോഴും അള്ളാന്റെ മുന്നിലുള്ളതല്ലേ പ്രിയപ്പെട്ടവർ നിസ്കാരം. ഒരു 5 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് അല്ലേ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കേണ്ടുള്ളൂ. അവിടെയും സൗകര്യമില്ലാത്ത ആളുകൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കണം, നമ്മുടെ ഈമാനം നടക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. 5-ാമത്തെ കാര്യം, നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ജീവികളിൽപ്പെട്ട ഒന്നാണ് കുതിര എന്നുള്ളത്. കുതിരയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണുവാൻ സാധിക്കും, മാലി അറാക്കും റാഫി ഐദീകും കഅന്നഹ അദ്നാബു ഖൈലി ശുംസിൻ. ഞാൻ നിങ്ങളിൽ ചില ആളുകളെ കാണുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവരവരുടെ നമസ്കാരത്തിൽ വികൃതിയായ ഒരു കുതിരയെ പോലെ, കുതിര വാലാട്ടുന്നത് പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്കുനൂ ഫി സ്വലാ, നിങ്ങളുടെ നമസ്കാരത്തിൽ അടക്കവും ശാന്തതയും ഉണ്ടാവണം. ഈ കുതിര അതിന്റെ വാലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയാണ് ഉദാഹരണം പറയുന്നത്. ചില ആൾക്കാരുടെ നിസ്കാരത്തിൽ സലാം പറയുന്ന സമയത്ത് ഹദീസിൽ കാണാൻ പറ്റും. എന്താണ് ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറയാനുണ്ടായ കാരണം എന്നറിയോ? ഒരാൾ സലാം വീട്ടുന്ന സമയത്ത് അയാൾ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ 2 കൈകളും അയാളുടെ തുടകളിലോ അല്ലെങ്കിൽ അയാളുടെ കാൽമുട്ടുകളിലാണ് പിടിക്കേണ്ടത്. എന്നിട്ടാണ് അയാളുടെ ദിക്റുകളും അല്ലെങ്കിൽ അത്തഹിയ്യാത്തൊക്കെ ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞ് അയാളുടെ തലയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് തിരിയേണ്ടത്. തല തിരിക്കുക എന്നുള്ളത്. എന്നാൽ ചില സ്വഹാബിമാര് അവർ നമസ്കാരത്തിൽ സലാം വീട്ടുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈ ഇങ്ങനെ വെക്കുക. കാരണം ഇപ്പുറത്ത് സ്വഹാബത്തൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ അവരെ കൂടി പരിഗണിക്കുക എന്ന ഉദ്ദേശത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കൈകൾ ഇങ്ങനെ വെക്കാൻ തുടങ്ങി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഇങ്ങനെയും കൈകൾ വെക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിങ്ങനെ കുതിര അതിന്റെ വാലുകളിട്ട് ഇങ്ങനെ ഇളക്കുന്നത് പോലെ കൈകൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾ ഒഴിവാക്കണം, അങ്ങനെ ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഈ ഓരോ വിഷയങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിസ്കാരത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊന്നും നിസ്സാരമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ജീവികൾ അങ്ങനെ ഉദാഹരിച്ചിങ്ങനെ പോവുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ വേണമെങ്കിൽ സ്വീകരിച്ചോളും എന്ന നിലക്കല്ല, ഒരു വ്യക്തിക്ക് മനസ്സിലാകാനുള്ള ഓരോ ഉദാഹരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ ആ ഉദാഹരണങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിസ്കരിക്കുക എന്നുള്ള വലിയൊരു കർമ്മമാണ് നമുക്കൊക്കെ എടുത്തു പറയാനുള്ളത്. കഴിഞ്ഞ റമദാൻ നമ്മൾ നോമ്പെടുത്തു, എന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ കയ്യിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം അൽഹംദുലില്ലാഹ് ഞാൻ നിസ്കാരം ക്ലിയർ. നമുക്കൊരു മകളുണ്ട്, ആ മകൾക്കൊരു ഒരു പുരുഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം അന്വേഷിക്കുക ഓൻ നിസ്കരിക്കുന്ന ആളാണ്, ഓന് ഹജ്ജ് ചെയ്തിട്ടുണ്ടോ, ഓൻ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ കയ്യിൽ തന്നെ ആകെയുള്ള നിസ്കാരമാണെങ്കിൽ നമ്മളെ നിസ്കാരം അല്ലാഹ് ഇങ്ങനെ എടുത്തിട്ട് ഈ പറഞ്ഞ ഓരോ വിഷയത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നെടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താ നമ്മളെ കയ്യിലുണ്ടാവുക? എന്താ നമ്മളെ കയ്യിലുണ്ടാകുക? നമ്മുടെയൊക്കെ മുൻഗാമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മരണം മുന്നിൽ കാണുന്ന സമയത്ത് പോലും അള്ളാഹിനോടുള്ള മുനാജാത്ത് എന്ന നിലക്ക് അതിന് താല്പര്യം കണ്ട ആളുകളായിരുന്നു. നിങ്ങൾക്കറിയോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിക്കുകയും ശത്രുക്കൾ പരാജയപ്പെടുകയും ചെയ്തപ്പോ അതിൽ ശത്രുക്കളിൽ ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയ ആളായിരുന്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഹുബൈബിനെ ചതിയിൽ കൊലപ്പെടുത്താൻ ശത്രുക്കൾ തീരുമാനിച്ചു. വലിയൊരു ചരിത്രമാണ്, ഞാൻ ഇതിന്റെ അവസാന ഭാഗം മാത്രം പറയാം. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ പിടിച്ചുകൊണ്ടുപോയി ഒരു വീട്ടിൽ ബന്ദിയാക്കി. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിനെ ഒരു മരക്കുരിശിൽ തറക്കാൻ വേണ്ടി തീരുമാനിക്കണം. മരക്കുരിശും കൊണ്ടുവന്നു. അവിടെ വെച്ചുകൊണ്ട് ഹുബൈബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവസാനമായിട്ട് നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? കൊല്ലാൻ കൊണ്ടുപോകുന്നവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ അത്. ആ സമയത്ത് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം എന്താണെന്നറിയോ? എനിക്കെന്റെ ഭാര്യനെ കാണണം, എനിക്കെന്റെ മക്കളെ കാണണം, ഞാൻ ഈ ദീനൊക്കെ ഒഴിവാക്കാൻ റെഡിയാണ് എന്നല്ല പറഞ്ഞേ, അതല്ല പറഞ്ഞേ. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ശത്രുക്കൾ സമ്മതിച്ചു. ഹദീസിൽ കാണാൻ പറ്റും, അദ്ദേഹം പോയി വുളു എടുത്തു, എന്നിട്ട് നിസ്കരിക്കണം. നമസ്കാരത്തിൽ റുക്കൂഉം സുജൂദൊക്കെ അദ്ദേഹം നിർവഹിച്ചു, സുദീർഘമായി കൊണ്ട് ചെയ്തില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് പറയാണ്, എനിക്കിതിലേറെ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സുജൂദിൽ ധാരാളമായി എന്റെ റബ്ബിനോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കും എന്റെ സുജൂദിന്റെ ദൈർഘ്യം കാണുമ്പോൾ, എന്റെ റുക്കൂഇന്റെ ദൈർഘ്യം കാണുമ്പോൾ, എന്റെ ഖിറാഅത്തിന്റെ ദൈർഘ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹുബൈബിന് മരണത്തെ പേടിയാണെന്ന്. എന്നാൽ എനിക്കൊരു പേടിയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് ഞാനിപ്പോ വേഗം നിസ്കാരം കഴിച്ചു വന്നത്. നമ്മൾ ആലോചിച്ചു, ആ അവസാന നിമിഷത്തിൽ പോലും അള്ളാഹിനോടുള്ള മുനാജാത്തിന് അവർ അത്ര ഗൗരവത്തിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്റെ റബ്ബിനോടാണ്. പ്രിയപ്പെട്ടവരേതാ, ഈ ഖുത്ബ കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാം. ആ നിസ്കാരം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു കർമ്മല്ല, അള്ളാന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക, നമ്മൾ പറയുന്നതിനൊക്കെ അള്ളാഹ് മറുപടി പറയാ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിലുള്ള ഹദീസുകൾ. എങ്കിൽ ആ ഒരു ഗൗരവം അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി നിർവഹിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധികളെ അനുസരിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്നു പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെതായ ചർച്ചകളും പോസ്റ്ററുകളും പ്രകടനങ്ങളും സന്ദേശങ്ങളും ഒക്കെയാണുള്ളത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ പലതിലും നമ്മളും ഇൻവോൾവ് ആയിരിക്കും. എന്നാൽ ഏതൊരു കാര്യത്തിലും ഒരു വിശ്വാസിക്ക് നിലപാടുകളുണ്ട്, ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, ചില ആളുകളൊക്കെ അവരുടെ മതപരമായ കാര്യങ്ങളൊക്കെ അത് പള്ളിൻ്റെ ഉള്ളിൽ മാത്രം മതി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ പോലെ ഞാനപ്പോൾ പാർട്ടിക്കാരനാണ്, ഞാനപ്പോൾ ഇന്ന പാർട്ടിയുടെ ആളാണ്, അതനുസരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പലതും വരും, പല പ്രവർത്തനങ്ങളുണ്ടാവും. അതൊന്നും ഇപ്പോൾ നോക്കാൻ പറ്റൂല. ഇതൊരു വിശ്വാസിയുടെ സംസാരമല്ല, ഒരു മുഅ്മിന്റെ സംസാരമല്ല. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം എടുത്തണിയേണ്ട ഒന്നല്ല വിശ്വാസിയുടെ കുപ്പായം. അതെപ്പോഴും ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം.
എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനൊരു വാക്ക് പറയേണ്ട ഒരു ആവശ്യം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില ആളുകൾ ഇപ്പോഴും ചർച്ച ചെയ്യാണ്, എന്തിനാ ഇപ്പൊ നമ്മൾക്ക് വോട്ട് ചെയ്യണേ, ഈ വോട്ട് ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്, ആരൊക്കെ ജയിച്ചാലും ഞാൻ തന്നെ പണിക്ക് പോണ്ടേ, ഇതൊക്കെയാണ് ചില ആളുകളുടെ വാക്കുകൾ. ഇന്ന് വരെ ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു പണിക്കും പോകണ്ട, എല്ലാ കാര്യം ഞങ്ങൾ നോക്കാന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ എവിടെ ആരും പറഞ്ഞിട്ടില്ല, ആരും പറയൂല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും ജയിച്ചോ എന്നുള്ളതല്ല, ഞാൻ മുഖേന, ഞാൻ വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ഈ ഒരു നാടിനെ എതിർക്കുന്ന, ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ നോക്കുന്ന, ഈ നാടിനെ വർഗീയവൽക്കരിക്കാൻ നോക്കുന്ന ഒരാൾ ജയിക്കാൻ പാടില്ല. അതൊരു നിയ്യത്തായിട്ട് തന്നെ നമ്മളിൽ ഉണ്ടാവണം. ആ ഒരു നിലക്കന്നെ ആയിരിക്കണം. വോട്ട് ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു അവകാശമാണ്. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. നമുക്ക് വോട്ടർ ID ഉണ്ട്, ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ ഇവിടുത്തെ ഒരു പൗരനാണ്, എനിക്ക് എന്റേതായ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ആ അവകാശം കേവലം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല ആ വോട്ടർ ID. അതുകൊണ്ട് നമ്മുടെ ഒരു അവകാശത്തെ നമ്മൾ പൂർണ്ണമായി കൊണ്ട് തന്നെ വിനിയോഗിക്കണം. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഈ ഇരിക്കുന്നവർ വ്യത്യസ്തമായ പാർട്ടിക്കാരുണ്ടാകും. ഇന്ന ഒരു പാർട്ടിക്കാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ, ആർക്ക് വോട്ട് ചെയ്യണം എന്നറിയുമ്പോൾ നമ്മൾ ഇന്ന കാര്യമല്ല നോക്കണ്ടേ, ഓരോ വ്യക്തിയുടെ കാര്യമില്ല. ഇന്ന ആള് ജയിച്ചാൽ എനിക്ക് വെച്ചാണ്, അതുകൊണ്ട് അയാൾ ജയിക്കട്ടെ, അയാൾ എൻ്റെ ഒരു കുടുംബക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ എൻ്റെ ഒരു പരിചയക്കാരനാണ്, അയാൾ ജയിക്കുന്നതിലൂടെ എന്റെ കാര്യം നടക്കും. അതൊരു സ്വാർത്ഥതയാണ്, അതല്ല ചിന്തിക്കേണ്ടത്. ഈ നാടിന്റെ ആവശ്യം, ഈ നാട് നന്നാവണമെങ്കിൽ, ഈ നാടിൽ വികസനങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ഈ നാട്ടിൽ സ്വസ്ഥമായി സമാധാനപൂർവ്വമായി ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയണമെങ്കിൽ ആര് വിജയിക്കണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ നാടിനെ തകർക്കാൻ വേണ്ടി, യുവാക്കളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുണ്ട്. ലഹരിയുടെ അങ്ങേയറ്റത്തെ കാര്യം, അതിന് ഒരു നിലക്കും പരിഗണിക്കാത്ത ആളുകളുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. കേവലം ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ലഹരി വിരുദ്ധ പ്രഖ്യാപനം നടത്തലോ, ഏതെങ്കിലും ഒരു ലഘുലേഖ കൊടുക്കലോ, ഏതെങ്കിലും സ്കൂളിന്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്ലക്കാർഡുകൾ വെക്കലോ അല്ല അതിനുള്ള പരിഹാരം. ആ പരിഹാരം കൃത്യമായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റുമോ അവരെ നമ്മൾ പരിഗണിക്കണം. അതല്ലാതെ സമൂഹത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി എനിക്ക് എങ്ങനെയാണെങ്കിലും എനിക്ക് അതിന്റെ വരുമാനം കിട്ടിയാൽ മതി, ആരെത്ര വേണമെങ്കിലും ഉപയോഗിച്ചു കൊള്ളട്ടെ, അവരങ്ങനെ കുടിച്ച് മരിക്കട്ടെ, എന്റെ മോനല്ലല്ലോ. അത് ദുഷ്ടലാക്കോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് അങ്ങനത്തെ ചിന്തകളുണ്ട്. ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തം, തന്റെ മകന്റെ ഉത്തരവാദിത്തമല്ല അവിടെ ഏറ്റെടുക്കുന്നത്. എങ്കിൽ അങ്ങനെ നേതൃത്വത്തിലേക്ക് വരുന്ന ആളുകൾ ഇതിന് പറ്റുന്നവരാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിനെ പോലും വർഗീയവൽക്കരിക്കാൻ വേണ്ടി വിഭാഗീയതയുണ്ടാക്കിക്കൊണ്ട് പരസ്പരം പോരടിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും വലുത് മുസ്ലിം ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല പലരും, ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും പടിചാരിക്കൊണ്ടിരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മനസ്സിലാക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദവൽക്കരണം നടത്താനും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താനല്ല ഒരു മുസ്ലിം ഉണ്ടാവേണ്ടത്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം പരസ്പരം തല്ലുകൂടുന്നത് നോക്കിയിട്ട് പല ആൾക്കാർ നിൽക്കുന്നത്. ഇവരൊന്ന് തീരുമാനമായിട്ട് വേണം എല്ലാവരും കൂടി തീരുമാനാക്കാൻ, അല്ലേ? അങ്ങനത്തെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വർഗീയതക്ക് വേണ്ടി അങ്ങേറ്റം പണിയെടുത്തുകൊണ്ടിരിക്കുക പല ആളുകളും. അവിടെ അങ്ങനെയല്ല, അത് ഇന്റെ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇന്റെ കൗമാണ്, അയാൾ മുസ്ലിമാണ്, ഇതൊന്നുമല്ല. ഈ നാടിന് ഉപകാരം ഉണ്ടോ ഇല്ലേ, അതാണ് നമ്മൾ നോക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. മൂന്നാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, ഈ ജയിക്കാനുള്ളവര് ജയിക്കും, തോൽക്കാനുള്ളവർ തോൽക്കും. എന്തായാലും ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ തരത്തിലുള്ള ആൾക്കാരുണ്ടാകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇരിക്കുന്നവരിലും വ്യത്യസ്തമായ ആശയക്കാരുണ്ടാകും. ആര് ജയിച്ചാലും ശരി, നമ്മളെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കമന്റുകൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം തെറിവാക്കുകളാണ് പറയുന്നത്. ആരുടെ കാര്യത്തിൽ? ഏതോ ഒരു മന്ത്രിയുടെ വിഷയത്തിൽ, ഏതോ ഒരു MLA സ്ഥാനത്തിന്റെ പേരിൽ. കാര്യങ്ങൾ വിശദമായി സംസാരിക്കാം, വികസനങ്ങൾ ഉണ്ടോ ഇല്ലയോ ചർച്ച ചെയ്യാം, മാറ്റം വേണോ വേണ്ടേ ചർച്ച ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വൃത്തികെട്ട വാക്കുകൾ സംസാരിക്കുന്ന ആളുകൾ,
വളരെ മോശമായ വാക്കുകൾ സംസാരിക്കുന്ന ആളുകൾ. എന്താ നമ്മുടെ പരലോകത്തിന്റെ അവസ്ഥ ഉണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനിൽ മുഫ്ലിസ്, നിങ്ങളിൽ ആരാ പാപ്പര് നിങ്ങൾക്ക് അറിയാം? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ദീനാറോ ദിർഹമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതല്ല, പാപ്പരെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പൈസ ഇല്ലാത്തവരെന്നല്ല, അവർ കുറെ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് മറ്റുള്ളവനെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയാം, ആരോപണങ്ങൾ പറയാം, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടാക്കുക, കുറെ സോഷ്യൽ മീഡിയ വെച്ചുകൊണ്ട് പലതും ഇല്ലാത്തത് ഉണ്ടാക്കി പറയാ, ഉള്ളത് ഒഴിവാക്കി പറയാ. എന്തിനു വേണ്ടി? നമ്മുടെ പാർട്ടിക്ക് വേണ്ടി, ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി. ഇതൊക്കെയാണ് പറയാനുള്ളതെങ്കിൽ ആ പ്രസ്ഥാനവും പാർട്ടിയൊന്നും നമ്മളെ പരലോകത്തുണ്ടാവില്ല. ആ കബറിൽ നമ്മൾ ഒറ്റയ്ക്കുണ്ടാവുള്ളൂ. വിചാരണയുള്ള സമയത്ത് ഒരു നേതാവും എന്ന് പറയൂല, പടച്ചോനെ അതിന്റെ പാർട്ടിക്കാരനാണ്, ഓനോട് മെല്ലോണ്ട് സ്വർഗത്ത് കടത്തും. വിശ്വാസി അവിടെയും കൂടി മനസ്സിലാക്കണം. എല്ലാത്തിലും കയറി ഇടപെട്ട് അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല. ആവശ്യമുണ്ടോ, സംസാരിക്കേണ്ടതുണ്ടോ, ചർച്ച നടത്തേണ്ടതുണ്ടോ, മാന്യമായിക്കൊണ്ട് മറ്റുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. നാലാമത്തെ കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ് വിജയം വരുന്നതോടുകൂടി എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് പലരും പോകാം. ഒരു കുടുംബത്തിൽ തന്നെ വ്യത്യസ്ത ആശയമുള്ള ആൾക്കാരുണ്ടാകും. ഒരാള് ഒരു ഫോട്ടോ ഇന്ന ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുടുംബ ഗ്രൂപ്പിൽ നിന്ന് ഇടുമ്പോഴേക്ക് മറ്റേ ആൾ തിരിച്ചിടുന്നു, വീണ്ടും ഇടുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങൾ അടിച്ച് പിരിയുന്നൊരവസ്ഥ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കിയിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടായി സംസാരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നിലും നമ്മൾ ഇറങ്ങേണ്ടതില്ല. എന്നാൽ നമുക്ക് നമ്മുടേതായ ആശയമുണ്ട്, ആദർശമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അതിന്റെ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്കൊക്കെ മുന്നോട്ട് പോയിക്കോ കഴിയുന്ന രൂപത്തിൽ. എന്നാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നിനും ഇറങ്ങരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഭരണാധികാരികളെ നമുക്ക് നൽകുമാറാവട്ടെ. യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കാനും ഈ നാട്ടിൽ സ്വസ്ഥതയും സമാധാനപൂർണ്ണമായി ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അത്തരത്തിലുള്ള ഭരണാധികാരികളെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഭിന്നതയും വിഭാഗീയതയും ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ ചോര കുടിക്കുന്ന ആളുകളിൽ നിന്നും അല്ലാഹു ഈ നാടിനെ സംരക്ഷിക്കുമാറാവട്ടെ, മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.